ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് എൻ്റെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. ഇപ്പോൾ പോകുന്നത് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചായപ്രേമിയല്ല, ചായനേക്കാളും കുറച്ചുകൂടെ പ്രിയം എനിക്ക് കോഫീനോടാണ്. ആൻഡ് ഇത് നമ്മൾ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ള കുട്ടി കുട്ടി ഷോപ്സാണ് കേട്ടോ. അവിടുന്ന് ഒരു കോഫിയൊക്കെ കുറിച്ച് ഹോസ്റ്റലിൽ പോകുന്നവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ ഉള്ളൊരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അവിടെ തന്നെ അതിരുന്ന് ആസ്വദിക്കാൻ തോന്നും. അങ്ങനെ കുരങ്ങനൊക്കെ വരുന്നത് നോക്കി ഞാനിത് ഹോസ്റ്റലിലെത്തി. റൂമിലെത്തിയത് ഞാൻ ഫസ്റ്റ് നോക്കിയത് വാഷിംഗ് മെഷീനൊരു ഫ്രീ ആണെന്ന്. വീക്കെൻഡ് ഡേയ്സിലൊക്കെ നല്ല തിരക്കാണ്. ഇന്നിതേ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ വേഗം പോയി എല്ലാ ക്ലോത്ത്സുകളും എടുത്ത് അലക്കാനിട്ടു, ഡ്രൈ ഒക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ക്ലോത്ത്സ് ഞാൻ അവിടെ കോമൺ റൂമിൽ തന്നെ വിരിച്ചിട്ടു. കാരണം കുറച്ചധികം ക്ലോത്ത്സ് ഉണ്ട് കൂട്ടി കൂട്ടി വെച്ചിട്ട്. ബാക്കി ക്ലോത്ത്സ് ഞാൻ വിചാരിച്ചു ബാൽക്കണിയിലിടാം റൂമിലത്തെ. അതാകുമ്പം വെയിലുണ്ട് പുറത്ത്. ആ ഒരു വെയിലിൽ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം ടയേർഡായി. പിന്നെ വിശപ്പിൻ്റെ വിളിയും വന്നതുകൊണ്ട് ഞാൻ നേരെ മെസ്സിൽ പോയി. ഇന്ന് സാമ്പാറും ചോറാണ്. നോർത്ത് ഇന്ത്യൻ സാമ്പാറാണ്, നമ്മൾ കേരള സാമ്പാറല്ല. നല്ല വ്യത്യാസമുണ്ട്. മാത്രമല്ല കോൺഫറൻസ് നടക്കുന്നവർ കുറേ കുട്ടികളുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതും നേരത്തെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തത് ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം തുണികളുണ്ട്, കുറച്ചധികം സമയം എടുത്തു. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. നാളത്തെ കാര്യം എന്താ നാളെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ മെയിൻ പണി കുളിക്കണം. ഞാനങ്ങനെ തലയില്ലാ ദിവസം നനയ്ക്കില്ല. ഇന്നാണ് എൻ്റെ തല നനയ്ക്കുന്ന ദിവസം. ഇവിടുത്തെ ക്ലൈമറ്റ് വിൻ്ററാണ്. അതുമാത്രമല്ല മുടി നല്ലോണം പോകുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീക്ക്ലി 2 തവണ അല്ലെങ്കിൽ 3 തവണയാണ് ഞാൻ തല നനയ്ക്കുക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനൊരു മോയ്സ്ചറൈസർ ഇടാണ്. വിൻ്ററാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇല്ലാതെ പറ്റില്ല. ബോഡി മോയ്സ്ചറൈസറും ഫേസ് മോയ്സ്ചറൈസറും ഒക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ മോയ്സ്ചറൈസർ. അങ്ങനെ ടോണറും മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ ഇട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ കുളി കഴിഞ്ഞ് എനിക്ക് ഈ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഭസ്മം തൊടാനോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ തൊട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഈവനിങ് സ്നാക്സ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. സാൻഡ്വിച്ചാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നോട്ട്സ് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പഠിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ നൈറ്റത്തെ ഡിന്നർ ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക.